നമസ്കാരം. കഥയുടെ 40 വർഷങ്ങൾ എന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 40 വർഷങ്ങൾ എന്നുള്ളത് കേരള ജനതയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഒരുപക്ഷെ ആഖ്യാനത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കടന്നു വരുന്നൊരു കാലഘട്ടമായിരിക്കാം. അടിയന്തരാവസ്ഥ അടക്കമുള്ള കാലഘട്ടം, അതിലൂടെ കേരള ജനത പോയൊരു കാലഘട്ടമാണ്. 90-കൾ ബാബറി മസ്ജിദ് അടക്കമുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നൊരു കാലഘട്ടമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ കഥകൾ എഴുതി ആരംഭിക്കുകയും ഈ കാലഘട്ടങ്ങളിലൂടെയൊക്കെ നിരന്തരം കഥകൾ എഴുതുകയും ഇപ്പോഴും കഥാരംഗത്ത് സജീവമായി തുടരുകയും ചെയ്യുന്ന 4 പേരാണ് ഈ സെഷനിലുള്ളത്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ചില കാരണങ്ങളാൽ സെഷനിൽ എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. VS അനിൽകുമാർ, പ്രിയ AS, മനോജ് ജാദവേദർ, ഈ 3 പേരുമാണ് തങ്ങളുടെ കഥയെഴുത്തിൻ്റെ 40 വർഷങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. ഈ 40 വർഷങ്ങളിൽ പല നിലയിലുള്ള എഴുത്തുകളിലാണ് ഇവർ ശ്രദ്ധേയമായത്. ഓരോ കാലഘട്ടത്തിലും ഈ കഥയുടെ ഭാവുകത്വം മാറുന്നത് പോലെ തന്നെ ആഖ്യാനത്തിൻ്റെ രീതികൾ മാറുന്നതിനനുസരിച്ച് സ്വയം പുതുക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയിൽ ഇവരെല്ലാവരും ബദ്ധശ്രദ്ധരായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവരുടെ കഥാലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ആദ്യം മനോജ് ജാദവേദറിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം മനോജ് ജാദവേദർ ഒരു കഥയിലൊരു മാൻഡ്രേക്കാണ് ശരിക്കും. കാരണം അദ്ദേഹം ഒട്ടും വിസിബിൾ അല്ല. പലപ്പോഴും ഈ പൊതു കഥയുടെ ഒരു മുഖ്യധാരയിൽ ഒട്ടും വിസിബിൾ അല്ലാതെ വളരെ ഒതുങ്ങിക്കൂടി നിൽക്കുകയും എന്നാൽ തൻ്റെ കഥയെഴുത്തിലൂടെ ഒരുപക്ഷെ നമ്മുടെ മലയാള ചെറുകഥയുടെ ഭാവുകത്വ പരിസരത്ത് ഏറെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചൊരു കഥാകൃത്ത് തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഓരോരോ കഥകളുടെ അവകാശികൾ എന്ന് പറയുന്ന DC ബുക്സ് ഇറക്കിയ കഥാസമാഹാരമായിക്കോട്ടെ, ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന് പറയുന്ന കഥാസമാഹാരം അടക്കം. ഈ മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന് പറയുന്ന കഥ തന്നെ, ആ കഥാസമാഹാരം തന്നെ ആരംഭിക്കുന്നത് ഈറ്റ്സിൻ്റെ ഒരു പ്രശസ്തമായ വരികളിലൂടെയാണ്. അത് നമ്മുടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മാന്ത്രികതയെക്കുറിച്ചാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൂർപ്പിക്കാനാണ് ആ വരിയിൽ പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ കൂർപ്പിച്ചാൽ മാത്രം വ്യക്തമാകുന്ന ഒരു കഥാലോകം ശരിക്കും സൃഷ്ടിക്കുവാൻ മനോജ് ജാദവേദറിന് തൻ്റെ കഥാരചനകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓരോരോ കഥകളുടെ അവകാശികൾ എന്നുള്ള സമാഹാരത്തിലെ ആദ്യത്തെ കഥകളൊക്കെ നദി പറഞ്ഞ കഥ, കിണർ പറഞ്ഞ കഥ, നാണയം പറഞ്ഞ കഥ, പൂച്ച പറഞ്ഞ കഥ, അങ്ങനെ വളരെ വ്യത്യസ്തമായി ഈ കഥനകലയുടെ ഒരു വലിയ പാരമ്പര്യമായിട്ട് കണ്ണി ചേർക്കുന്ന തരത്തിൽ തൻ്റെ ആഖ്യാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എഴുത്തുകാരനാണ്. തീർച്ചയായിട്ടും ഈ 40 വർഷങ്ങൾ കഥാരചനയുടെ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ മനോരമയുടെ പുരസ്കാരം ലഭിക്കുന്നു. അതിന് പിറകെ പല നിലയിലുള്ള കഥാസമാഹാരങ്ങൾ വരുന്നു. ഈ കഥയെഴുത്തിൻ്റെ ഒരു 40 വർഷങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും എഴുതാനുള്ള പ്രധാനപ്പെട്ട പ്രേരണകളായി മാറിയതിനെക്കുറിച്ച്, പ്രധാനപ്പെട്ട പ്രേരണകൾ എന്തൊക്കെയായിരുന്നു ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഓരോ കാലഘട്ടത്തിലും പ്രേരണകൾ മാറി മാറി മറിയാം. അപ്പോൾ ആ പ്രേരണകളെക്കുറിച്ചൊന്ന് സംസാരിച്ച് നന്നായി. പ്രിയപ്പെട്ടവരെ, വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ അവിസ്മരണീയമായൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ കേരള ജനത വയനാട് ഒരു വലിയ ദുരന്തത്തിന് ശേഷം ഒരു 3-4 മാസങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകം പിന്നിട്ടിട്ടുള്ളൂ. കേരളം മൊത്തം അന്ന് അതിനോടൊപ്പം കരഞ്ഞുപോയ ദിവസങ്ങളാണ്. ഇന്ന് കാണുന്ന മനുഷ്യനെ ഇന്നലെ വരെ ഒപ്പം ഉണ്ടായിരുന്നവരെ നാളെ കാണാതായ ഒരു അവസ്ഥാവിശേഷം നമുക്ക് എങ്ങനെ അത് മറികടക്കാനൊക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോഴാണ് 4 മാസങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ സാഹിത്യോത്സവത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ അതിജീവനം, ആവിഷ്കാരം, പ്രതിനിധാനം എന്നുള്ളത് വളരെ ടച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിജീവിക്കുക, ആവിഷ്കരിക്കുക, പ്രതിനിധാനം ചെയ്യുക. ഇത് എഴുത്തുകാരനും ബാധകമായിട്ടുള്ള കാര്യമാണ്, മനുഷ്യന് ബാധകമായിട്ടുള്ള കാര്യമാണ്, സമൂഹത്തിന് ബാധകമായിട്ടുള്ള കാര്യമാണ്. അതാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹം എല്ലാവിധ വെല്ലുവിളികളെയും തിരിച്ചറിയുകയും അതിനനുസരിച്ച് സ്വയം പാകപ്പെടുത്തുകയും സ്വയം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവൻ്റെ ജീവിതം ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. മറ്റൊന്നുമല്ല. മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ്റെ പാരമ്പര്യം തന്നെ അതാണ്, അതിജീവിക്കുക. അതാണ് എഴുത്തുകാരനിലേക്ക് വരുന്നതും സാധ്യമാകുന്നതും. എഴുത്തുകാരൻ ചെയ്യുന്നതും അതുതന്നെയാണ്. അതിജീവിക്കാനായിട്ടൊരു സമൂഹത്തിനെ പാകപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത ഒരു
സമൂഹമാണ് എഴുത്തുകാരൻ്റേതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൻ ആ സമൂഹം അനുഭവിക്കുന്ന കെടുതികൾ, ആ സമൂഹം അനുഭവിക്കുന്ന വെല്ലുവിളികൾ, ആ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ക്ഷോഭങ്ങൾ, ഇതിനെയെല്ലാം തിരിച്ചറിയുകയും അതിനെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പാകപ്പെടുത്തുകയും ചെയ്യുക. ഗുണകരം എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. എല്ലാ എഴുത്തുകളും സ്വദേശ സാഹിത്യമായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നെഗറ്റീവ് എഴുത്തുകൾ പോലും സമൂഹത്തിന് ഗുണം ചെയ്യും എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 40 വർഷങ്ങളിലേക്ക് സ്വന്തം എഴുത്തിനെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ പറയേണ്ടി വരുന്നത്, എല്ലാ എഴുത്തുകാരും അതിജീവിക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ പെട്ടുകിടക്കുന്നവരാണ്. എങ്ങനെ അതിജീവിക്കാം? സമൂഹത്തിനെ അതിജീവിക്കണം, സമൂഹം അതിജീവിക്കണം, അതോടൊപ്പം അവനവൻ്റെ കലയും അതിജീവിക്കണം. അതാണ് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത്, എഴുത്തുകാരും ആഗ്രഹിക്കുന്നത് അതാണ്. അതേപോലെ തന്നെ അത് ആവിഷ്കരിക്കുന്നതിനോടൊപ്പം തന്നെ അത് പ്രതിനിധാനം ചെയ്യണം എന്നും പറയപ്പെടുന്നുണ്ട്. അതാത് കാലത്തെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ അത് ബിംബവൽക്കരിക്കണം, അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. വളരെ പ്രസക്തമായ കാര്യമാണ് ശ്രീകൃഷ്ണദാസ് ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞ 40 വർഷങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ 2024 നിന്നുകൊണ്ട് പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 40 വർഷം എന്ന് പറയുമ്പോൾ 1984 മുതലുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഈ പാനലിൽ ഉള്ള എല്ലാവരും തന്നെ ഏതാണ്ട് പറഞ്ഞിരിക്കുന്ന എല്ലാവരും തന്നെ ഏതാണ്ട് 80കളിലും 90കളിലുമായിട്ട് എഴുത്തിൽ വന്നാണ്. പ്രിയ അതെ, ശിഹാബുദ്ദീനും അതെ, അനിൽകുമാർ മാഷും അതെ, എല്ലാവരും അത് തന്നെ. അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നത്തേൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അതായത് നമ്മൾ സാഹിത്യ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന തലമുറകളെ ഓരോരോ അടിസ്ഥാന ആശയങ്ങളുടെ പുറത്ത് തലമുറകളായിട്ട് വർഗീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ റിയലിസം, അതുപോലെ തന്നെ റൊമാൻറ്റിസിസം, പിന്നെ മോഡേണിസം എന്നൊക്കെ പറഞ്ഞ് അത്തരം ഒരു സംയോജിപ്പിക്കുന്ന ഒരു ഘടകം ഇല്ലാതായി തീർന്ന പോസ്റ്റ് മോഡേൺ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഈ എഴുത്തുകാർ വന്നത്. അതായത് 80കളുടെ അവസാനം മോഡേണിസത്തിൻ്റെ കാലം കഴിഞ്ഞു, പോസ്റ്റ് മോഡേണിസമാണ് എന്ന് ലോകമാസകലം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ സ്വഭാവ രീതികളെങ്ങും നിർവചിക്കപ്പെട്ടിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ ഡീകൺസ്ട്രക്ഷനിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നേരം ദെറീദയുടെയൊക്കെ ആശയങ്ങളുണ്ട്. പക്ഷേ എന്നാൽ നിരൂപകരെയും വായനക്കാരെയും അത്ഭുതപ്പെടുത്തുകയോ അല്ലെങ്കിൽ അലോസരപ്പെടുത്തുകയോ ചെയ്ത കാര്യം ആ കാലത്തിലെ കഥയ്ക്ക്, പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞു വരുന്ന കഥയ്ക്ക് ഒരു പൊതു സ്വഭാവമില്ല. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച ഈ 40 വർഷങ്ങളിലേക്കും നിലനിന്നിട്ടുണ്ട്. അതായത് ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ഭാരങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ചിന്താപദ്ധതികളുടെയും ഭാരമില്ലാതെ അവനവൻ അനുഭവിച്ച ജീവിതത്തിനെ എങ്ങനെ ആവിഷ്കരിക്കാമോ ആ രീതിക്ക് ആവിഷ്കരിക്കാനാണ് ആ എഴുത്തുകാരുടെ സമൂഹം തയ്യാറായി വന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായ വലിയ വെല്ലുവിളികൾ സമൂഹം നേരിട്ടു. ബാബറി മസ്ജിദ് തകർന്നു, നവ ലിബറൽ ഉദാരവൽക്കരണ നയങ്ങൾ സമൂഹത്തിലേക്ക് വന്നു. ഇതൊക്കെ പല രീതിയിലും എഴുത്തുകാരെ ആവേശിച്ചിട്ടുണ്ട്. ഒരു പറയാൻ അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്ന ഒരു കഥ പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജീവിച്ചത് ഒരു കമ്പനി പരിസരത്തിലാണ്. ഒരു കമ്പനിയിൽ 33 വർഷമാണ് ഞാൻ ചെലവിട്ടത്. മാസങ്ങളോളം അവിടെ ശമ്പളമില്ലാതിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഷിഫ്റ്റിൽ ജോലി ചെയ്തിട്ട് പോയ ആളിനെ പിറ്റേന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കാണേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ആത്മീയ ഹത്യകൾ എന്ന് പറയുന്ന ഒരു കഥയിലും അത് എഴുതിയിട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്നും മോഷണം പോയത് തൊഴിലാളികൾ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ രീതിയിൽ പോലീസ് ഫാക്ടറിയിൽ കയറിയ അനുഭവങ്ങളുണ്ട്. നമുക്ക് സമാധാനം പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഒക്ടോബർ വിപ്ലവം പോലുള്ള കഥ എഴുതേണ്ടി വന്നത്.
ഉദാരവൽക്കരണം എന്നെ ബാധിച്ച കാലത്ത് ഞാൻ ഒരു പെട്ടകം പണിയുന്ന തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞാണ് ആ കഥ ആരംഭിച്ചത്. തൽക്കാലം സമയപരിമിതിയൊക്കെ കൊണ്ട് കൂടുതൽ പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇത്രയും മതിയാവുമെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിജീവിക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ കലയുടെ ഏറ്റവും പ്രാചീനമായ കാലം തൊട്ട് ഈ അതിജീവൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഷഹറസാദിൻ്റെ 1001 രാവുകളൊക്കെ നമുക്കറിയാം. മരണത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് കഥയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടെ കാലത്തെ അതിജീവിക്കുക. ഇവാൻ ദുർഗനോവിൻ്റെയൊക്കെ ചില കഥകളിൽ ഈ തീ കൂട്ടിയിട്ട് അതിന് നടുവിലിരുന്ന് തീക്കുണ്ടത്തിന് ചുറ്റുമിരുന്ന് കഥ പറയുന്ന ആളുകളെ കാണാം. മാർക്കസിൻ്റെ ഒരു കഥയിലൊരു ഒരു ബാറിലിരുന്നു കൊണ്ട് പല ദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവരവരുടെ നാട്ടിലെ പാട്ടുകൾ ആലപിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ തരത്തിലൊക്കെ കഥ എന്ന് പറയുന്നൊരു കഥനകലയുടെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ ഈ ഒരു അതിജീവനം തന്നെയാണ്. അതിനെ തൻ്റെ കാലവുമായിട്ടും രാഷ്ട്രീയവുമായിട്ടും മരണവുമായിട്ടും ഒക്കെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ മനോജ് ജാദവേദരുടെ കഥകളുടെ ഒരു സവിശേഷതയായിട്ട് കാണാം. അത് കൂടുതൽ പഠന വിഷയമാകേണ്ടുന്ന കഥകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ തിരിച്ചു വരാം. പ്രിയ എസിൻ്റെ കഥകൾ ഒരുപക്ഷെ പ്രിയ എസിൻ്റെ കഥകളുടെ ഒരു വായിക്കുന്നൊരു വലിയ വായനാ സമൂഹം ഉള്ളൊരു പ്രദേശം തന്നെയാണ് കേരളം. ഈ പ്രിയ എസിൻ്റെ കഥകൾ എന്ന് പറയുന്ന സമാഹാരത്തിൻ്റെ ആമുഖമായിട്ട് അവർ പറയുന്നൊരു കാര്യം, തൻ്റെ ഓരോ എഴുത്ത് കഴിയുമ്പോഴും ഞാൻ ആഹ്ലാദത്തിൻ്റെ കടലും ആകാശത്തിലും കാണാറുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ ഉടൻ എനിക്ക് പേടിയാവാറുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു വേദന ഇല്ലാതാക്കുവാനായിട്ട് കഥയൂഞ്ഞാലിൻ്റെ ആയം കൂട്ടുന്നു എന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ആദ്യകാല കഥകളിലേക്ക് ഒരുതരം വേദനയും രോഗാതുരമായ കാലഘട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ആ ഒരു തൻ്റെ പരിസരത്ത് തന്നെ കഥാപരിസരത്ത് തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ജാഗരൂക പോലുള്ള സമാഹാരങ്ങളിലൂടെയൊക്കെ കടക്കുകയും അതേ സമയത്ത് വിവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അരുന്ധതി റോയുടെ വിവർത്തനങ്ങൾ വരികയും ബാലസാഹിത്യ കൃതികൾ വരികയും അങ്ങനെ പല നിലയിൽ തൻ്റെ ആഖ്യാനത്തിൻ്റെ ഇടപെടലുകൾ നടത്താൻ സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കഥയെഴുത്തിലെ സ്വാധീനങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. ഇപ്പോൾ അശ്വതയുടെ ഒരു സ്വാധീനം പല അഭിമുഖങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ എഴുത്തിലെ സ്വാധീനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറ്റും? ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഒന്നും പോവാതെ മാറി നിൽക്കുന്ന ഒരു ജീവിയാണ്. കാരണം എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും എന്ന് എനിക്കൊരിക്കലും തോന്നാറില്ല. എനിക്കൊരു പേപ്പർ കിട്ടിയാൽ എഴുതാൻ പറ്റുന്നത്ര എൻ്റെ മനസ്സിനെ നമ്മൾ പറയുന്ന വാക്കുകളിലേക്ക് ആവാഹിച്ചു വരുത്താൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് തീരെയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഴുത്തിൽ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്ന, പറച്ചിലിൽ മുഴുകാൻ വളരെ വിമുഖത കാണിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ആദ്യത്തെ എഡിഷനിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം വയനാട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ക്ഷണം കിട്ടുമ്പോൾ ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനെ മാറ്റിവെച്ച് ഞാൻ ഇതിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ എഴുത്തിലെ സ്വാധീനങ്ങൾ എന്ന ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു, അച്ഛനും സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ അസുഖകാലങ്ങളിൽ, ഞാൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയങ്ങളിൽ, അതായത് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇരുട്ട് തന്നെയാണ്. അപ്പോൾ ആ ഇരുട്ടിൻ്റെ കാലങ്ങളിൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രകാശത്തിൻ്റെ തിരി കൊളുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ നിറയെ പുസ്തകങ്ങൾ കൊണ്ടുതരുമായിരുന്നു ലൈബ്രറികളിൽ നിന്ന്. അപ്പോൾ ആദ്യം വായിച്ചിരുന്നത് മുഴുവൻ അമ്മയുടെ ടേസ്റ്റിലുള്ള അമ്മയെടുത്ത് തന്ന പുസ്തകങ്ങളാണ്. എം മുകുന്ദനും എം ടി വാസുദേവൻ നായരും അടക്കമുള്ള പുസ്തകങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞും അതിനു മുമ്പും കഥകളിങ്ങനെ വായിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു കഥാകൃത്താവണം എന്നൊരു മോഹമാണ് എപ്പോഴും പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ കഥാകൃത്താവുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് എന്ന് മനസ്സിലെവിടെയോ ഒരു വിശ്വാസം ഉറച്ചു വന്നിരുന്നു. പിന്നെ കഥകൾ, ഈ ആശുപത്രിയിൽ കിടന്ന് കഥകൾ വായിക്കുമ്പോൾ ഈ ആശുപത്രിക്കപ്പുറം വെളിച്ചമുള്ളൊരു ലോകമുണ്ട് എന്ന് പതുക്കെ ബോധ്യമാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് പാടാനുള്ള കഴിവില്ല, ഡാൻസ് ചെയ്യാനുള്ള കഴിവില്ല, ഓടാനുള്ള കഴിവില്ല, ഒരുപക്ഷെ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത് അക്ഷരങ്ങളെ മാത്രമായിരിക്കും എന്നൊരു ബോധ്യം
ഉള്ളിലുണ്ടാവാൻ തുടങ്ങി. അങ്ങനെയാണ് കഥ എഴുത്ത് എന്നൊരു മോഹത്തിലേക്ക് വരുന്നത്. പിന്നെ വായനയുടെ വഴികളിൽ എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അക്ഷിതയെ നെഞ്ചിലേറ്റുന്നതിനോടൊപ്പം തന്നെ ഞാൻ NS മാധവനെയും നെഞ്ചിലേറ്റുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ആലോചിച്ച് നോക്കുമ്പോൾ അതേസമയം ടി പത്മനാഭനെയും ഒരേപോലെ ഇഷ്ടമാണ്. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഈ 3 പേരുടെയും കഥാലോകങ്ങൾ, കഥാരചനാ തന്ത്രങ്ങൾ, ക്രാഫ്റ്റ് എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ ഈ 3 ലോകങ്ങളും എൻ്റെ മനസ്സിനെ എവിടെയൊക്കെയോ തൊടാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ തുടക്കത്തിൽ ഓരോരോ തിരിവുകൾ എന്ന് പറഞ്ഞ കഥാസമാഹാരത്തിലെ ഓരോരോ തിരിവുകൾ എന്ന് പറഞ്ഞ കഥ അക്ഷിതയുടെ യാദൃച്ഛികം, തികച്ചും യാദൃച്ഛികം എന്ന് പറയുന്ന കഥയുടെ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അക്ഷിതയെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലുമുണ്ട്. കാരണം എനിക്കിപ്പോഴും വായിക്കുമ്പോഴറിയാം അതിൽ അക്ഷിതയുടെ ഛായ വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴോ മനസ്സിലാവുകയാണ് ചെയ്തത്, നമ്മളുടെ സ്വന്തം ഛായയിലാണ് കഥ എഴുതേണ്ടത് എന്ന്. അപ്പോൾ ആ വഴിയിൽ ഞാൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഓരോ കഥ പറച്ചിലിൻ്റെ നേരത്തും എൻ്റെ ഉള്ളിലേക്ക് നോക്കി എഴുതാനാണ് ഞാൻ ശ്രമിക്കാറ്. ഞാൻ അതിൽ ഹൃദയം കൊണ്ട് തന്നെയാണ് കഥ പറയാൻ ശ്രമിക്കാറ്. ഒരിക്കലും ഒരു ഉപരിപ്ലവമായ എന്തെങ്കിലും ഒരു തീമിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം, അതോ അല്പ വിഭവമായതുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ കഥകൾ തമ്മിൽ നല്ല ഇൻ്റർവെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പോലും 2 വർഷമായി ഞാൻ കഥ എഴുതിയിട്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇതുപോലെ എൻ്റെ അതിജീവനം എന്ന് പറഞ്ഞാൽ കഥ എഴുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഓരോ കഥ എഴുതി കഴിഞ്ഞും ഒരു ഇൻ്റർവെൽ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത നിരാശയിലേക്ക് പോകാറുണ്ട്. നേരത്തെ പറഞ്ഞ ഇതുപോലെ ഇനി എന്നാണ് ഞാൻ കഥ എഴുതുക എന്നൊരു തോന്നലിലേക്ക്. ചിലപ്പോൾ പഴയ കഥകൾ വായിക്കുമ്പോൾ തോന്നാറുണ്ട്, ഇങ്ങനെ എഴുതിയിരുന്നത് ഞാൻ തന്നെയാണോ, എനിക്കിനി ഇതുപോലെ ഒരു വാചകം എഴുതാൻ എപ്പോഴാണ് ആവുക എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ എത്രമാത്രം ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ പരിസരങ്ങളിൽ നിന്ന് മാറി ഞാൻ എഴുതിയിരിക്കുന്ന കഥകൾ വളരെ കുറവാണ്. അപ്പോൾ ഒരുപക്ഷെ റീസെൻ്റ്ലി വന്ന അത് എന്ന് പറഞ്ഞ കഥ, സൂര്യനെല്ലി പെൺകുട്ടിയുടെ പശ്ചാത്തലത്തിൽ വന്ന ഒരു കഥ, അല്ലെങ്കിൽ അപ്പക്കാര സാക്ഷി എന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ബേസ്ഡ് ആയിട്ടുള്ള കഥ, അങ്ങനെ 1-2 കഥകൾ മാത്രമേ പക്ഷെ അതേപോലും ഞാൻ എൻ്റെ വ്യക്തിപരമായ കണ്ണിൽ കൂടി അത് എൻ്റെ നടപ്പ് വഴികളോട് ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു കാഴ്ചയിലൂടെയാണ് ഞാൻ കഥ എഴുതാറ്. അപ്പക്കാര സാക്ഷി NS മാധവൻ തിരഞ്ഞെടുത്ത സമാഹാരത്തിൽ, 100 കഥകളുടെ സമാഹാരത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളത് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയുമാണ്. കാരണം ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് ചന്ദ്രശേഖരൻ്റെ മരണം നടക്കുമ്പോൾ അതിനെ ആസ്പദമാക്കി ഒരുപാട് കവിതകൾ വന്നു. പക്ഷെ ആരും ഒരു കഥ എഴുതാത്തതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും ആരെങ്കിലും എന്നെക്കാൾ ലോകപരിചയവും രാഷ്ട്രീയ ബോധ്യവുമുള്ള ആരെങ്കിലും കഥ എഴുതട്ടെ എന്ന് വെച്ച് മാറി നിൽക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഉള്ളിൽ തിക്കുമുട്ടൽ സഹിക്കാതെ ഞാൻ തന്നെ ആ കഥ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ കഥ എഴുതുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിജീവനത്തിൻ്റെ ഒരു മന്ത്രം തന്നെയാണ് എനിക്ക് കഥ എഴുത്ത്. ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ വളരെ ഡള്ളായ ചില മൊമെൻറ്റ്സിൽ കൂടി കടന്നു പോകുമ്പോൾ ഇന്ന് എന്നുള്ള ദിവസത്തെ ഞാൻ എങ്ങനെ അതിജീവിക്കും എന്നാലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു കോളായോ ഒരു മെസ്സേജായോ വന്ന് മനസ്സിനെ തൊടും. നിങ്ങളുടെ ഒരു കഥ എന്നെ ഇങ്ങനെ സ്പർശിച്ചു എന്നോ, ഇന്നലെ ഞാൻ നിങ്ങളുടെ ഈ വരികളിലൂടെ 2-3 പ്രാവശ്യം കയറി ഇറങ്ങിയെന്നോ പറയുമ്പോൾ ആ 1-2 വാക്കുകൾ തരുന്ന വെളിച്ചത്തിലൂടെയാണ് ചിലപ്പോഴൊക്കെ എൻ്റെ ദിവസങ്ങൾ കടന്നു പോകാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥ എനിക്കും അതിജീവനത്തിൻ്റെ മന്ത്രം തന്നെയാണ്. തീർച്ചയായിട്ടും അത് എഴുത്ത് എന്നൊരു പ്രിയ എസിൻ്റെ കഥ എന്ന് പറയുന്നത് കത്തുകൾ തമ്മിൽ, ഒരു ജ്യേഷ്ഠത്തിയും സഹോദരനും തമ്മിലുള്ള കത്തിടപാടുകളെ കുറിച്ചാണ്. അപ്പോൾ കത്തുകൾ ഇല്ലാതിരിക്കുമ്പോൾ ജ്യേഷ്ഠത്തെ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങളും അവർക്കിടയിലൊക്കെ വിനിമയം കുറയുമ്പോൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളൊക്കെ ആ കഥയിൽ ആഴത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ അത് ഇതുമായി കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒന്നാണ്.
അനിൽകുമാർ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം മാഷ് ഏകദേശം 1972 ആരംഭിച്ച ഒരു എഴുത്തിൻ്റെ യാത്രയാണ് മാഷിൻ്റേത്. അതിനിടയിൽ ഏകദേശം 10ഓളം കഥാസമാഹാരങ്ങൾ, പിന്നീട് ഇൻസൈറ്റ് പബ്ലിക്ക തിരഞ്ഞെടുത്ത സമ്പൂർണ്ണ കഥകൾ എന്നുള്ള നിലയിൽ അതുവരെ എഴുതിയ കഥകളുടെ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. പിന്നെ ലഘു നോവലുകളുണ്ട്, യാത്രാവിവരണമുണ്ട്, ചെന്നൈ കാലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രചനകൾ മാഷിൻ്റേതായിട്ട് ഉണ്ട്. മാഷ് നിരന്തരം സജീവമായിട്ട് തന്നെ എഴുത്തിൽ ഇടപെടുന്ന ഒരാളാണ്. മാഷിൻ്റെ മണ്ണു തിന്നുന്നവൻ എന്ന കഥാസമാഹാരത്തിൻ്റെ ആമുഖത്തിൽ ഈ എൻ ശശിധരൻ്റെ വാണിഭം എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ ഒരു വാക്യം പറയുന്നുണ്ട്. അതിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് വ്യക്തിയല്ല, മറിച്ച് അതൊരു കാലമാണ്. ഈ മുതുകിൽ മണൽച്ചാക്കുമായിട്ട് നടന്നു പോകുന്ന ഒരു വൃദ്ധനെ പോലെ കിതച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാക്യത്തിലാണ് ശരിക്കും ആ സമാഹാരം തന്നെ ആരംഭിക്കുന്നത്. അങ്ങനെ പല നിലയിൽ ഈ കാലത്തിൻ്റെ സമസ്യകളെ അടയാളപ്പെടുത്തുക, അത് വളരെ സരസമായി, ചില സന്ദർഭങ്ങളിൽ ഒരു ആക്ഷേപഹാസ്യ സ്വഭാവത്തിൽ ചിലപ്പോൾ സരസമായി അവതരിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും അനിൽകുമാർ മാഷിൻ്റെ കഥകളിൽ നിരന്തരം കാണുന്ന ഒന്നാണ്. കഴിഞ്ഞൊരു 40 വർഷത്തെ കാലത്തെ ഒരു കഥയെഴുത്തിലേക്ക് ഇവിടെ ആലോചിക്കുമ്പോൾ പല നിലയിലുള്ളൊരു മാറ്റങ്ങൾ ഒരുപക്ഷെ മാഷ് കാണുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കാണുന്നുണ്ട്, അല്ലാതെ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊക്കെ തരത്തിൽ അത് എഴുത്തിൽ ഇടപെട്ടിട്ടുണ്ട്, മാഷിൻ്റെ കഥാരചനയിൽ, രചനാതന്ത്രങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്? എൻ്റെ കഥയെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം അതൊരു വിക്ഷേപിക്കപ്പെട്ട സാറ്റലൈറ്റാണ്. അതിങ്ങനെ പിന്നെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് പൊട്ടി വീഴുകയും ചെയ്യും. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പൊട്ടി വീഴുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ കഥയെക്കുറിച്ച് എനിക്ക് അധികം പറയാനില്ല. 40 വർഷത്തെ കഥ എന്ന് പറയുന്നത്, മലയാള കഥ വളരെ പ്രകടമായും ബഹുസ്വരമായൊരു കാലമാണ് ഈ 40 വർഷത്തെ കഥാകാലം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇവിടെ പ്രചണ്ഡമായി തിമിർത്തിരുന്ന ആധുനികതയെക്കുറിച്ച് നമുക്കറിയാം. ആധുനികതയെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു നിരീക്ഷണം, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ മടിച്ച എഴുത്തുകാരുടെ രചനകളാണ് എന്നുള്ളതാണ്. അലൈത്തോഫോബിയ എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, അലൈത്തോഫോബിയ. ആ വാക്കിൻ്റെ അർത്ഥം യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഭയം എന്നാണ്. യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഭയം എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ വിവരണത്തിലൊരു ഉദാഹരണം കൊടുക്കുന്നത്, ഒരു ഉദാഹരണം പറയുന്നത് എൻ്റെ ഉച്ചഭക്ഷണത്തിന് പകരമാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഫ്ലൂ ഉണ്ട്, പനിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ലീവ് കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പനിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കില്ല. കാരണം ലീവാണ്, അവിടെ ബോസാണ് ഭയപ്പെടുത്തുന്ന ആൾ. അപ്പം അത്തരത്തിൽ അലൈത്തോഫോബിയ എന്ന് പറയുന്നൊരു ഒരു സംഭവം. അതുകൊണ്ടാണ് ആ എഴുത്തുകാരിൽ ചിലരുടെ കഥാപാത്രങ്ങളെങ്കിലും ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയുണ്ടല്ലോ. അതൊരു വല്ലാത്ത അനുഭവമാണ്. അത്തരം എഴുത്തുകൾ, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം 1960കളുടെ അവസാനം കേരളം തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നൊരു കാലമാണ്. ഒരുപാട് പുരോഗമനപരമായ പ്രസ്ഥാനങ്ങൾ 1968 നിന്ന് 70ലേക്ക് വരുന്നു. 75 നമ്മൾക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴുണ്ടാകുന്ന വലിയ പോരാട്ടങ്ങൾ, വലിയ ജനകീയ മുന്നേറ്റങ്ങൾ, അതോ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ചെറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ പാമ്പിൻ്റെ വായിലേക്ക് വിരൽ വെച്ച് കൊടുക്കുന്നൊരു മനുഷ്യൻ, ഇതൊക്കെ തന്നെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയമോ ഉദാസീനതയോ താല്പര്യമില്ലായ്മയോ ഒക്കെയാണ് ഇത്തരം എഴുത്തുകളുടെ. ഈ എഴുത്ത് വൈദേശികമാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ആയിരിക്കാം. വൈദേശിക സ്വാധീനത്തിൽപ്പെട്ടതാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിനു മുമ്പുണ്ടായിരുന്ന എഴുത്തിൻ്റെ
തുടർച്ചയല്ല, വിച്ഛേദമാണ് അവിടെ സംഭവിച്ചത് എല്ലാ കാര്യത്തിലും. അപ്പം ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ മടിക്കുന്ന ഒരു കൂട്ടം എഴുത്തുകാരുടെ, പക്ഷെ അതിൻ്റെ പ്രചണ്ഡമായ എഴുത്ത്, ഭാഷയിലും ഇതിവൃത്ത സ്വീകരണത്തിലൊക്കെ വളരെ വ്യത്യസ്തതയുള്ള എഴുത്ത്, അതിനെ തള്ളിക്കളയുകയല്ല, അതിനെ ഒരു കാലഘട്ടത്തിന് ശേഷം വിമർശനാത്മകമായി പരിശോധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. അതൊരു വലിയ വിഭാഗം വായനക്കാരെ ആകർഷിക്കുകയും അതിലും വലിയൊരു വിഭാഗം വായനക്കാരെ കഥയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. മുകുന്ദൻ തന്നെ, അദ്ദേഹം അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു, മുകുന്ദൻ തന്നെ അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചിട്ട് ഒരാൾ കഞ്ചാവ് അടിച്ച് നശിച്ചു പോയതിനെക്കുറിച്ച് എവിടെയോ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ഏറ്റവും അറ്റത്തുള്ള അനുഭവങ്ങളാണ്. അപ്പം അത്തരത്തിൽ ഒരുപാട് കഥകൾ പറയാൻ പറ്റും. രാധ മാത്രം, ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു തുടങ്ങിയ, ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു എന്നുള്ള, ഹരിദ്വാരിൽ പോയപ്പോൾ എനിക്കങ്ങനെ പിന്നെ കുറേ കഴുതകൾ മേഞ്ഞ് നടക്കുന്നുണ്ടെന്നല്ലാതെ മണികൾ ഇത്തരത്തിൽ ഈ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നൊന്നും തോന്നിയില്ല. അപ്പം ഇതിൻ്റെ ഒരു 10-15 കൊല്ലം നീണ്ടു നിന്ന ഒരു വളരെ അക്രമോത്സുകമായ ഒരു രചനാ രീതി, അക്രമോത്സുകം എന്നുള്ളത് വളരെ സർഗാത്മകമായ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് പിന്നെ ആൾക്കാർക്ക് കൊല്ലുന്ന അർത്ഥത്തിലല്ല. രീതിക്ക് പകരം കുറെ കൂടി യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന കഥകൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഈ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരൊറ്റ യാഥാർത്ഥ്യമല്ല എന്നും ഒരൊറ്റ സത്യമല്ല എന്നും പല സത്യങ്ങൾ ചേർന്നിട്ടുള്ള സത്യങ്ങളാണ് എന്നുമുള്ളൊരു ബോധം എഴുത്തുകാരിലുണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാലത്താണ് മലയാളത്തിൽ സ്ത്രീപക്ഷ രചനകൾ അധികമാകുന്നത്, മലയാളത്തിൽ ദളിത് പക്ഷ രചനകൾ അധികമാകുന്നത്. അതുവരെ വളരെയൊന്നും പ്രാമുഖ്യം കിട്ടാതിരുന്ന പോകുന്നു, വളരെ അധികം കിട്ടിയിട്ടില്ലെന്നല്ല, പ്രാമുഖ്യം കിട്ടാതിരുന്ന വിഷയങ്ങൾ മലയാള കഥയിലേക്ക് വളരെ സജീവമായി കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 45 വർഷത്തെ കഥാകാലം എന്നെനിക്ക് തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പെണ്ണെഴുത്തായാലും ദളിത് എഴുത്തായാലും ആദിവാസികളുടെ എഴുത്തായാലും ഏത് തരത്തിലും കുറേ കൂടി വൈവിധ്യവൽക്കരണത്തിന് വിധേയമായി മലയാള കഥ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം 40 വർഷത്തെ കഥയുടെ ഒരു കണക്കെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ കഥ വൈവിധ്യവൽക്കരണത്തിന് വിധേയമാവുകയും അത് കൂടുതൽ മനുഷ്യോന്മുഖമാവുകയും അത് വളരെ സാധാരണക്കാരായ മനുഷ്യൻ്റെ, സാധാരണക്കാരൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി സാധാരണക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളെപ്പോഴും സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഏതൊരു വിഭാഗമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയല്ല, സാധാരണക്കാരൊന്നും എന്നൊരു വർഗമില്ല എന്ന് MN വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. കാരണം അബ്ദുൽ കലാം ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി മുറിക്കാൻ തല കുനിച്ചിരിക്കുമ്പോൾ അബ്ദുൽ കലാം സാധാരണക്കാരനും ബാർബർ ടെക്നീഷ്യനുമാണ്. അത്തരത്തിൽ ആ ഒരു വകഭേദം ഇല്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലെ കൂടിയാണ് നമ്മുടെ കഥ കുറേ കൂടി നിർഭയമാകുന്നുണ്ട്, കുറേ കൂടി രാഷ്ട്രീയം നിറഞ്ഞതാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ സമാന്തരമായി തന്നെ കഥയിൽ ഭീരുത്വത്തിൻ്റെ കഥകളും ഉണ്ടാകുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഒപ്പിക്കുക എന്നുള്ള രീതിയിൽ ഭീരുത്വത്തിൻ്റെ കഥകളും ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് ഈ കഥ വായിച്ചത് എന്ന് നമ്മൾ വിഷമിക്കുന്ന ഒരു കഥകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ഈ പ്രതിബദ്ധതയുള്ള കഥകളുടെ പക്ഷത്താണ് നിൽക്കുക. പ്രതിബദ്ധത എന്ന വാക്ക് കേൾക്കുമ്പോൾ കടത്തനാടൻ ഫെസ്റ്റിവലിൽ ഈ പ്രതിബദ്ധത എന്ന വാക്ക് പറഞ്ഞപ്പോൾ പ്രശ്നമായി. കാരണം പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിലോ പിന്നിലോ ഒരു ചുവന്ന കൊടി വേണം എന്നാണ് ആൾക്കാരുടെ വിചാരം. അങ്ങനെയില്ല. പ്രതിബദ്ധത എന്ന് പറയുന്നത് താൻ ഏറ്റെടുത്ത വിഷയത്തിനോടും തൻ്റെ സമൂഹത്തോടുമുള്ള കമ്മിറ്റ്മെൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചുവന്ന കൊടി തന്നെ വേണമെന്നില്ല, പച്ചക്കൊടിയായാലും മതി.
ഹരിത രാഷ്ട്രീയത്തിൻ്റെ കൊടിയായാലും മതി. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ഇനിയും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷമങ്ങളെക്കുറിച്ച് നിരന്തരമായി മലയാളത്തിൽ കഥകൾ എഴുതുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഈ കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു. ആ നിലയിൽ വളരെ പ്രത്യക്ഷമായ രാഷ്ട്രീയ സന്ദർഭങ്ങളെ തന്നെ മാഷ് പലപ്പോഴും കഥയ്ക്ക് വിഷയമായിട്ടുള്ളതായിട്ടും കാണാം. നമുക്ക് മനോജ് അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരത്തിൻ്റെ ആമുഖത്തിൽ മരണത്തെ സംബന്ധിച്ചൊരു വാക്യം, ചില കഥയെഴുത്തുകൾ മരണങ്ങളാണ്, ചില മരണങ്ങൾ കഥയെഴുത്തുകളുമാണ് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. അപ്പോൾ കഥകളിലൊക്കെ നിരന്തരം മരണം എന്നുള്ളത് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തൊരു സന്ദർഭത്തെക്കുറിച്ച്, ഒരു തൊഴിലാളി സമരത്തെക്കുറിച്ച്. അപ്പോൾ ആ നിലയിൽ ആത്മഹത്യ തന്നെ ഒരു വലിയ സമരപ്രഖ്യാപനമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു അനുഭവം കൂടി ഒരുപക്ഷെ 1970-കൾക്ക് ശേഷം കഥ എഴുതിയ ആളുകൾക്ക് ഉണ്ടാവാം. കാരണം ആത്മഹത്യയെ തന്നെ സമരായുധമാക്കിയ എത്രയോ സന്ദർഭങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ മാന്ത്രികനായ മാൻഡ്രേക്കിലെ സമാഹാരങ്ങളായിക്കോട്ടെ, രാത്രിയിൽ യാത്രയില്ല എന്ന സമാഹാരത്തിലെ കഥകൾ തന്നെ പല ഭാഗങ്ങളായിട്ടാണ്. അതിലൊന്ന് മൃത്യുവിനെ കുറിച്ചാണ് അതിലൊരു ഭാഗം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ കഥയിലെ ആവർത്തിച്ച് വരുന്നൊരു മരണദർശനത്തിൻ്റെ ഒരു യുക്തി എന്താണ് ശരി? ഇതൊരു വലിയ വിഷയമാണ്. ഇത്ര പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ 1991 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ പെസഹ എന്ന് പറയുന്നൊരു കഥയിൽ അവസാനിച്ച രാജലക്ഷ്മി ടീച്ചർക്ക് അത് സമർപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴും പല സമയങ്ങളിലും, ഇന്നിവിടെ ഇത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ കൂടി എൻ്റെ മനസ്സിലെപ്പോഴും കഥയിൽ മരിച്ചുപോയവരുടെ ഓർമ്മകൾ എപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. വിക്ടർ ലീനസ്, ടി പി കിഷോർ, രാജലക്ഷ്മി ടീച്ചർ തുടങ്ങിയൊരു വലിയ നിര തന്നെയുണ്ട്. അതാണ് ഞാൻ വേറെ ഒരു കഥയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാർ തീപ്പെടുന്നു, പുരോഹിതന്മാർ കാലം ചെയ്യുന്നു, എഴുത്തുകാർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഒരു ഇത്. ഓരോ മരണവും ഓരോ എഴുത്തും നേരത്തെ പ്രിയ ആ രീതിക്ക് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഉള്ളിലുള്ള എന്തെല്ലാമോ ചോർന്നു പോവുകയും പിന്നീട് നമ്മൾ പുതുതായിട്ട് ജനിക്കുകയും ചെയ്യുന്ന പോലെ ഒരു പ്രക്രിയ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ഒരു കഥയും അങ്ങനെ പെട്ടെന്ന് ജനിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു കഥയുടെ പിന്നിൽ ഒരുപാട് ദിവസങ്ങളുടെ, ഒരുപാട് അനുഭവങ്ങളുടെ, ഒരുപാട് കാലങ്ങളുടെ, ഒരുപാട് വായനകളുടെ അസ്വസ്ഥതകൾ കിടക്കാറുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് ഏതെങ്കിലും ഒരു സമയത്ത്, ഞാനും ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് എഴുതുന്ന ഒരാളാണ്, അതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരു സമയത്ത് ഒരു കഥ ഉണ്ടാവുന്നത്. അതോടെ അതുവരെയുള്ള ഒരു ജീവിതം ഇല്ലാതായി തീരുകയും പിന്നീട് ഒരു പുതിയ ജീവിതം ഉണ്ടായി പോവുകയാണ്. അതുകൊണ്ടാണ് ആ രീതിക്കാണ് അതിലെ ആ ഒരു മൃത്യുബോധത്തിനെ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുക. ഒരു സമൂഹത്തിൻ്റെ ഒരു രീതിയിലേക്ക് എനിക്കതിനെ വായിച്ചെടുക്കാനായിട്ട് പ്രയാസമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന രീതിയിൽ ഒരു എഴുത്ത് എന്ന് പറയുന്ന ഒരു കലാപം തന്നെയാണ്. നമ്മളൊരു കലാപത്തിൽ ഏർപ്പെടുകയാണ് എല്ലാ എഴുത്തുകാരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പം നമ്മൾ വയനാടിൻ്റെ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ വലിയ ജനമുന്നേറ്റങ്ങളുണ്ടായൊരു ഇതാണ്. ആ വിപ്ലവകാരികൾ എവിടെ പോയി എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ വിപ്ലവകാരികളുടെ അവസ്ഥ നമുക്കറിയാം. കേരളം കണ്ട വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ ആത്മീയതയിലേക്ക് പോയി, ചിലർ ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോയി, ചിലർ സാംസ്കാരിക വേദികളിലേക്ക് പോയി. എഴുത്തും അങ്ങനെ തന്നെയാണ്. 40 വർഷങ്ങൾ എഴുത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കടന്നു പോവുക, അതിജീവിക്കുക. 40 വർഷങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ കൂടെ എഴുതി വന്ന എത്രയോ പേർ ഇന്നില്ലാതായിപ്പോഴുണ്ട്. അവർ പലരും ഇതുപോലെ തന്നെ ഇല്ലാതെയാവുക. ഒരു എഴുത്തുകാരൻ എഴുതാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മരണമാണ്. ഒരെഴുത്തുകാരനും അങ്ങനെ ഒരു വെറും ശൂന്യതയിൽ നിന്നുണ്ടാവുന്നതല്ല. അയാളുടെ ഭാഷ, അയാളുടെ വായന എല്ലാം കൂടി ചേർന്നിട്ടാണ്. അതിൽ ഈ എഴുത്തുകാരായി വന്നവർ എന്തെല്ലാമോ കാരണങ്ങളാൽ ആ വഴി വിട്ടുപോയി, ചിലർ മാത്രം പിടിച്ചു നിന്നു. ആ അവസ്ഥ, അവരുടെ ഇല്ലായ്മയെ ഒരു മരണമായിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഈ വൈയക്തികമായത് കേവലം വൈയക്തികം മാത്രമല്ല, സാമൂഹികമാണ്.
ചില വൈയക്തികത സാമൂഹികമാണെന്നും കൂടി നമ്മൾ പറയാറുണ്ട്. വൈയക്തികമായിട്ട് മാത്രം നമുക്കൊന്നിനെ മനസ്സിലാക്കാനോ എണ്ണാനോ പറ്റില്ല. അതുകൊണ്ടാണ് ചില ആത്മഹത്യകൾ നമ്മൾ സാമൂഹികമാണ് എന്ന് പറയാനുള്ളൊരു കാരണം. ആ നിലയിലൊരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയ എസിൻ്റെ കഥകളിൽ പലപ്പോഴും വരുന്നതാണ് ഈ വളരെ സൂക്ഷ്മമായ ചില വിനിമയങ്ങൾ. ഇപ്പം സ്നേഹത്തെ സംബന്ധിച്ച ഒരു വാക്യം എന്ന് പറയുന്നത് ഈ എഴുത്ത് എന്ന കഥയിൽ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് കേവലം വെള്ളമോ ഇടാതെ തഴച്ചു വളരുന്നൊരു തെച്ചിച്ചെടിയല്ല, മറിച്ച് അത് ആ നിലയിൽ വളരുമെന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. മറിച്ച് സ്നേഹത്തിന് നിരന്തരമായ ഇടപെടൽ സ്നേഹമെന്ന പ്രക്രിയയിൽ ആവശ്യമാണ്, അതിനെ വികസിപ്പിക്കാൻ ആവശ്യമാണെന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ വളരെ കേവലമെന്ന് വൈയക്തികമാണെന്ന് കരുതുന്ന ചില അവസ്ഥകളുടെ, ചില മനുഷ്യബന്ധങ്ങളുടെയൊക്കെ അതിനൊരു സാമൂഹിക തലം പല നിലയിൽ പ്രിയ എസിൻ്റെ കഥകളിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം കാണാറുണ്ട്. ഈ ഒരു സാമൂഹികത അത്തരത്തിലുള്ളൊരു ദർശനത്തെ അവതരിപ്പിക്കുന്നതിൻ്റെ യുക്തി എന്താണ് ശരിക്കും? എൻ്റെ കഥകളെക്കുറിച്ചുള്ള ഒരു നല്ല നിരീക്ഷണം നടത്തിയത് വിനയേന്ദ്രൻ സാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിനയേന്ദ്രൻ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ വീട്ടകങ്ങളിൽ വിഹരിക്കുന്ന കഥയാണ് പ്രിയയുടേത് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ ഓരോ കഥകളെയും പിരിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് വളരെ സത്യമാണ് എന്നെനിക്ക് തോന്നി. കാരണം എൻ്റെ യാത്രകളൊക്കെ, എൻ്റെ കഥകളിലെ യാത്രകളിലൊക്കെ ഉള്ളിലേക്കാണ്. ഞാൻ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ശരീരം കൊണ്ടും ഞാൻ ചെയ്യുന്നത് ഉള്ളിലേക്കുള്ള യാത്രകളാണ്. അപ്പോൾ എൻ്റെ കഥകളിൽ അനുഭവങ്ങളെക്കാൾ കൂടുതൽ എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് വളരെ ഫൈനായിട്ടുള്ള ഒബ്സർവേഷൻസാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ആ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും കഥകൾ പണിയാറ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കഥകൾ എഴുതി വരുമ്പോൾ ഇന്ന് കാണുന്ന ഒരു വലിയ വ്യത്യാസം, അന്ന് ഞങ്ങളൊക്കെ ഒരു കഥ എഴുതി കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ഒരു കഥ അയച്ചിട്ട് കഥ വരുന്നത് കാത്തിരുന്ന ഒരു ജനറേഷനാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വന്നതോടുകൂടി ഒരു കഥയ്ക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ കാലങ്ങളോളം സഞ്ചരിക്കാം എന്നൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ 40 വർഷങ്ങൾക്കിടയിൽ. അതൊരു വലിയ മാറ്റമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് പെട്ടെന്ന് വളരെ ചെറിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ കടലുകൾക്കപ്പുറത്തുനിന്ന് കടന്നു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ഇപ്പോൾ അനിൽകുമാർ സാറിനോട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ സാറിനെ ഇത്രയും 40 വർഷം കഥ എഴുതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹം എന്നെ കാണുന്നതും ആദ്യമായിട്ടാണ്. മനോജിനെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഷിഹാബുവിനെയും 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഥ എഴുതുന്ന ഒരു പുതുതലമുറയെ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാവരും വളരെ കൃത്യമായി ആശയവിനിമയം നടത്തുന്നവരും കാണുന്നവരും ഒക്കെയാണ്. അപ്പം ഞങ്ങളുടെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ആശയവിനിമയം, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആ എഴുത്ത് എന്ന് പറഞ്ഞ കഥ എടുക്കുകയാണെങ്കിൽ കത്തുകളിലൂടെ മാത്രമായിരുന്നു ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നത്. കാണലുകൾ വളരെ അപൂർവമായിരുന്നു. കഥ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആസ്വാദനം അതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് പങ്കുവച്ചാലായി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഞങ്ങൾ 4 പേരെയും കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വേറൊരു കാര്യം, വളരെ പുറകിലേക്ക് മാറി നിന്നിരുന്ന 4 പേർ എന്ന് വേണമെങ്കിൽ പറയാം എന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും ഫോർ ഫ്രണ്ടിലേക്ക് വന്ന് ഞാൻ ഇവിടെയുണ്ട്, എൻ്റെ കഥ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഏതെങ്കിലും വായനക്കാർ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ തരുന്ന കുറച്ച് നല്ല വാക്കുകൾ അത് അടുത്ത കഥ എഴുതാനുള്ള ഊർജ്ജമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന കുറച്ച് മനുഷ്യരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, ഒരുപക്ഷെ കഥ എഴുതി ഈ 40 വർഷങ്ങൾക്കുള്ളിൽ കഥ എഴുതി എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു എന്ന് പറയാറുണ്ട്. കാരണം ഇപ്പോഴായിരുന്നു ഞാൻ എഴുതി തുടങ്ങിയതെങ്കിൽ
എനിക്ക് മുന്നിലേക്ക് വരാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കൊരു ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി മുന്നിലേക്ക് വരാനുള്ള ഒരു വഴി സ്വയം തെളിച്ചെടുക്കാനുള്ള ഒരു മിടുക്ക് എനിക്കില്ല. ആ ഒരു മിടുക്ക് ഇന്നത്തെ സമൂഹത്തിൽ വളരെ കൃത്യമായി കാണുന്നുണ്ട് എന്നും പറയണം. അപ്പോൾ ഏതിലാണ് കാതൽ എന്ന് നമ്മൾ കേട്ടറിവുകളെ വിശ്വസിക്കാൻ പറ്റാത്ത, നമ്മൾ സ്വയം അനുഭവിച്ച് തിരിച്ചറിയേണ്ടുന്ന ഒരവസ്ഥ ഇക്കാലത്ത് വളരെ കൂടുതലാണ് എന്നെനിക്ക് തോന്നുന്നു. അതിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ അറിയപ്പെടാതെ പോകുമായിരുന്ന ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ എഴുത്തുള്ളിലുണ്ടായിരുന്നിട്ടും വാൽമീകങ്ങളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിരുന്നതായ കുറേ ആളുകൾ, അവരൊക്കെ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഈ 40 വർഷത്തിൻ്റെ ഈ അവസാന ഭാഗം നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം. കാരണം എഴുത്തിൽ പുതുവഴികളും പുതു എഴുത്തുകാരും പുതുമുഖങ്ങളും പുതുശൈലികളും നിരന്തരം വരുന്നു, എഴുത്ത് പുതുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഞാനൊക്കെ എത്തുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ പലരുടെയും കഥകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എത്രയോ പെട്ടെന്ന് അവർ ആ കഥയുടെ വഴി തെളിച്ച് മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു നിരീക്ഷണം എനിക്ക് തോന്നുന്നത്, പണ്ടൊക്കെ ഞാനൊക്കെ എഴുത്തുകാരിയായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിൽ എഴുത്തിൻ്റെ വായനയുടെ റിച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പലരെയും നോക്കുമ്പോൾ അവർക്ക് ഈ റിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അവർ ഒരുപക്ഷെ ഇപ്പോൾ സഹറൂവിനെ പോലെയുള്ളവരൊക്കെ എഴുത്ത് എന്ന് പറയുന്ന ഒരു ഉമ്മ, അടുക്കളയിൽ കഴിയുന്ന ഒരു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അങ്ങനെയൊരു ഉമ്മയുടെയൊക്കെ അടുത്ത് നിന്ന് പെട്ടെന്ന് എഴുത്തിലേക്ക് പൊട്ടിമുളച്ചു വരുന്ന കുറേ ആളുകൾ, അത് ഒരു നല്ല അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഏത് വഴിയിൽ കൂടെയും വന്ന് എഴുത്തുകാരനാവാം. അതിന് ഒരു വായനയുടെ അല്ലെങ്കിൽ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല. കാഴ്ചയാണ് എഴുത്തിലേക്കുള്ള വഴി തെളിക്കുന്നത്, അല്ലെങ്കിൽ സൂക്ഷ്മമായ ഒബ്സർവേഷൻസാണ് എഴുത്തിലേക്കുള്ള വഴി തെളിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു കഥയുടെ നമുക്കൊരു ഒരു കഥയെ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിനെ അവതരിപ്പിക്കാനുള്ളൊരു പലതരത്തിലുള്ള ഇടങ്ങൾ രൂപപ്പെട്ടു വരുന്നു, ഒരു പൊതുമണ്ഡലം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വരാതിരുന്ന ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ വഴി പാറിയ പറവ എന്നുള്ള കഥ അച്ചടിച്ച് വന്നത് അദ്ദേഹം തന്നെ എഡിറ്ററായ ക്രസൻറ്റ് എന്നുള്ള മാസികയിലാണെന്നുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം ബാലഭൂമിയിലേക്കും ബാലപംക്തികളിലേക്ക് പല കഥകൾ അയച്ചെങ്കിലും അതൊക്കെ 1, 2, 3 ദിവസത്തിനുള്ളിൽ മടക്കത്തപാലിൽ തിരിച്ചെത്തിയിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഞാനൊരു കഥ എഴുതിയത് അച്ചടിച്ച സന്ദർഭം അതാണ്. അത് ശരിക്കും വലിയ പകർന്നൊരു ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. തൻ്റെ കഥ അച്ചടിച്ച് വരുന്നു എന്ന് ഒരു സന്ദർഭത്തെ അതേക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അനിൽമാഷോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഈ മനോജ് ജാദവ് പറഞ്ഞതുപോലെ ഈ ഒരു പല കാലങ്ങളിൽ പല എഴുത്തുകാരും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഈ ഒരു വലിയൊരു പ്രബല ധാര പലപ്പോഴും മലയാള ചെറുകഥയിൽ കാണാം. അതോടൊപ്പം പിൻവലിഞ്ഞൊരു ധാരയെ കൂടി കാണാം. അതെല്ലാ കാലഘട്ടത്തിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു ധാര മലയാളത്തിൽ സജീവമായിട്ടുണ്ട്. ഒന്ന് മുഖ്യധാരയുടെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു ഭാവുകത്വം, മറ്റൊന്ന് വേറൊന്ന്. അതുപോലെ വേറൊന്ന് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന എഴുത്ത്, അതല്ല അതിന് ഫാൻറ്റസിയും ഒക്കെ ചേർത്ത് മറ്റൊരു തരത്തിൽ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്ന എഴുത്ത്. അപ്പോൾ ഈ നിലയിലുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾ പലപ്പോഴും ഈ ഒരു പ്രത്യേകിച്ച് മാഷ് തന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും സന്ദർഭങ്ങളിലും നേരിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എഴുത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് പത്ര റിപ്പോർട്ട് പോലെ അങ്ങനെ ഒരു സംഭവമാവണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷേ നമ്മുടെ കാലം നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായൊരു കാലമാണ്. നമുക്ക് ഒരുപാട് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ആനന്ദമുണ്ടാക്കാനുള്ള വഴികളുണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എവിടെയൊക്കെയോ ഒളിച്ചു നിന്നുകൊണ്ട് നമ്മളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും നമ്മളെ ഒതുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ശക്തികൾ ഇന്ത്യയിൽ എവിടെയുമുണ്ട്. അത് ഒരു വല്ലാത്ത കാലമാണ്. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പുള്ളൊരു കാലത്തിൽ ഉണ്ടായിരുന്നൊരു മോശം അവസ്ഥ
സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഭരണകൂടങ്ങൾ ജനവിരുദ്ധമാകുന്നു എന്നുള്ളതാണ് അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭരണകൂടങ്ങൾ ജനവിരുദ്ധമാകുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഭരണകൂടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിലത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത് സാധാരണ മനുഷ്യരെ വല്ലാതെ നിസ്സഹായരും നിരാലംബരുമാക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല ലോകം. മാവേലി സ്റ്റോറിൽ സബ്സിഡി ഉള്ള 13 ഇനങ്ങൾ വന്നില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുന്ന ഒരു നല്ല വിഭാഗം ജനങ്ങൾ ഇന്നുണ്ട്. 1600 രൂപ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ വല്ലാതെ വിഷമിക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലും ഓട്ടോറിക്ഷക്കാരോടും അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും കച്ചവടമില്ല, അവർക്കൊന്നും വരുമാനമില്ല. ഓട്ടോക്കാരന് ഓട്ടമില്ല, സാധാരണ ചെറുകിട കച്ചവടക്കാരന് കച്ചവടമില്ല. ഇങ്ങനെ ഇല്ലാതാവുന്നപ്പോൾ അതിനൊരു ചെറിയൊരു കണക്ക്, ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ 200 ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന് കരുതുക. 200 ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അത് എത്ര ലക്ഷം രൂപയായി? ഈ ലക്ഷം രൂപ മുഴുവൻ ആ ഗ്രാമത്തിൽ തന്നെ റോൾ ചെയ്യുകയാണ്. ഞാൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനൊന്നുമല്ല, ചെറിയൊരു ഒന്ന് വിട്ട് തട്ടി നോക്കുകയാണ്. ആ ലക്ഷം രൂപ 1600 × 200 അത്രയും ലക്ഷം രൂപ ആ ഗ്രാമത്തിൽ തന്നെ റോൾ ചെയ്യുന്നു. കച്ചവടക്കാർക്ക് കിട്ടുന്നു, ഓട്ടോക്കാർക്ക് കിട്ടുന്നു, പുറത്തേക്കൊന്നും പോകില്ല അത്. അപ്പം അതുപോലും സംഭവിക്കുന്നില്ല. ഒരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ നമുക്ക് സഹായം കിട്ടുന്നില്ല, സഹായം തരേണ്ടവർ സഹായം തരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു കാലമാണ് ഈ കാലം. നമ്മുടെ വർത്തമാന കാലത്തിൽ ഏറ്റവും മോശം കാലമാണ്. ഈ കാലത്തിൻ്റെ കഥകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യം എന്ന് പറയാം. അത്തരം കഥകളെയാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുകയോ അതിൽ പോയിട്ട് ചികഞ്ഞു നോക്കുകയോ ഒക്കെ ചെയ്യാം, അതിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷേ വർത്തമാനകാല യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയും എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ബാക്കി എല്ലാവരും അതിനെക്കുറിച്ച് ഒരു വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കഥയിൽ മാത്രം എന്താണ് പറയാത്തത്? അങ്ങനെ പറയുന്ന കഥകളുണ്ട് എന്ന് പറയാൻ വേണ്ടി 4 കഥകൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇവിടെ ഇല്ലാത്ത 4 പേരുടെ കഥകളാണ്. ഒന്ന്, പി ജിംഷാറിൻ്റെ സ്ലോലി എന്നൊരു കഥയുണ്ട്. അതൊരു വല്ലാത്ത കഥയാണ്. കാരണം 2030 സംഭവിച്ചു കഴിഞ്ഞൊരു കഥയാണ്. ആ കഥയിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഇങ്ങനെ കാമുകിയോടൊത്ത് ആകാശത്തിൽ പറക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ ഒരു തടാക തീരത്ത് പോയിരുന്നിട്ട് അതിൻ്റെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ആ സ്വപ്നം യാഥാർത്ഥ്യമായി കഴിഞ്ഞതായിട്ടാണ് ജിംഷാർ ആ കഥയിൽ പറയുന്നത്. ആ സ്വപ്നം മോദിയുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. സ്ലോലി എന്ന കത്തെഴുതുന്ന ആപ്പിൽ മറ്റൊരു പേരിൽ ഒരു കത്തെഴുതുകയും പാകിസ്ഥാനിലൊരു ഒരു സ്ത്രീ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ അല്ലെങ്കിൽ വേർപിരിഞ്ഞ സ്ത്രീ ആ കത്തിന് മറുപടി എഴുതുകയും ഈ ഇന്ത്യക്കാരനായ ഫോട്ടോഗ്രാഫർ പുലിറ്റ്സർ സമ്മാനം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പത്രപ്രവർത്തന രംഗത്തേക്ക് വന്ന ഇന്ത്യക്കാരനായ ഫോട്ടോഗ്രാഫറും പാകിസ്ഥാൻകാരിയായ അരൂജ എന്ന സ്ത്രീയുമായിട്ടുള്ള ഒരു പ്രണയ സംവാദങ്ങളും ഒക്കെയാണ് അതിൽ. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി വെച്ചാൽ മോദിയുടെ ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ജനാധിപത്യം തിരിച്ചു കിട്ടി, നമുക്ക് സംസാരിക്കാനും നമുക്ക് ഇടപെടാനൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടി, പാകിസ്ഥാൻ ഇന്ത്യ എന്നുള്ള ഈ വിഭജനങ്ങളൊക്കെ അവസാനിക്കുന്നൊരു അവസരം ഉണ്ടായേക്കാം എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ആ സന്ദർഭത്തിൽ അരൂജ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഏതോ ഒരു സിനിമ ഒരുമിച്ചിരുന്ന് കണ്ടല്ലോ, ഈ വെർച്വൽ ലോകത്ത് നമ്മൾ ഏതോ ഒരു സിനിമ ഒരുമിച്ചിരുന്ന് കണ്ടല്ലോ. ആ സിനിമയുടെ ആലോചിച്ചിട്ട് അരൂജയ്ക്ക് ഒടുവിൽ കിട്ടുന്നു. അത് മതിലുകൾ എന്ന മലയാളം സിനിമയാണ്. ആ സിനിമയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു മതിലുണ്ടാവുന്നു,
അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ത്രീ ഉണ്ടാവുന്നു, നാരായണി എന്ന സ്ത്രീ ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് ബഷീർ എന്നുള്ള പുരുഷനുണ്ടാവുന്നു, അവർ തമ്മിൽ പ്രണയിക്കുന്നു. ഇതാണ്. അപ്പം ഇങ്ങനെ ഞാനിത് കഥയുടെ കഥ പറയുമ്പോൾ അതിൽ മറ്റൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ കഥ പറഞ്ഞ രീതി വളരെ മനോഹരമാണ്. ആ പറയുന്ന രീതിയും മികച്ചതായിരിക്കണം, എങ്കിൽ മാത്രമേ കഥ ഉള്ളിൽ തട്ടുകയുള്ളൂ. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ സ്വപ്നം, ഒരു എഴുത്തുകാരൻ്റെ യാഥാർത്ഥ്യത്തോടുള്ള സമീപനം, ഇതൊക്കെ ഇടകലർന്ന് വരുന്നതാണ് ജിംഷാൻ്റെ സ്ലോലി എന്നുള്ള കഥ. രണ്ടാമത്തെ കഥ ടി അരുൺകുമാറിൻ്റെ മാച്ചേർ കാലിയ എന്ന കഥയാണ്. കൃഷ്ണദാസിന് ഇതൊക്കെ അറിയായിരിക്കും. കൃഷ്ണദാസ് ഭയങ്കര എല്ലാം എൻസൈക്ലോപീഡിയയാണ്. മാച്ചേർ കാലിയ എന്ന കഥയാണ്. ബംഗ്ലാദേശിലും ബംഗാളിലും ഒരേപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീൻകറിയാണ്. മീൻകറിയുടെ പേരാണ് മാച്ചേർ കാലിയ എന്നുള്ളത്. അപ്പം അന്ന് ആ കാലത്താണ് പൗരത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇന്ത്യയിലേക്ക് ബാക്കി എല്ലാവർക്കും വരാം, മുസ്ലിങ്ങൾക്ക് മാത്രം വരാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ടി അരുൺകുമാറിൻ്റെ ഈ മാച്ചേർ കാലിയ എന്നുള്ള കഥയുണ്ടാകുന്നത്. രണ്ടിടത്തിലും ഒരേ മീൻകറിയാണ്. മാച്ചേർ കാലിയ എന്നാണ് മീൻകറിയുടെ പേര്. ഒരേ ചേരുവയാണ്, ഒരേ മണമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. മീൻകറിയുടെ മണം ഒരു നിർത്തി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. മീൻകറിയുടെ മണത്തിന് വരാം, പക്ഷെ മനുഷ്യർക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു വൈരുദ്ധ്യം ആ കഥയിൽ വളരെ സ്പഷ്ടമായി, വളരെ നന്നായി അരുൺകുമാർ ആവിഷ്കരിക്കുന്നുണ്ട്. മൂന്നാമത്തത് സോണിയ റഫീഖിൻ്റെ ഒരു കഥയാണ് ഈ അടുത്ത കാലത്ത് വന്നത്. ഗൾഫ് പലസ്തീൻ പ്രശ്നത്തിനെ കുറിച്ചിട്ടൊരു കഥ, മാധ്യമത്തിൽ, പേരോർമ്മയില്ല. സോണിയ റഫീഖ് എന്ന എഴുത്തുകാരിയുടെ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ചൊരു കഥ വന്നിട്ടുണ്ട്. ഇത്തരം അഭിമുഖീകരണങ്ങൾ, ഇത്തരം നേരിട്ട് നിന്നുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ നേരിട്ട് നിന്നുള്ള പറച്ചിലുകൾ എന്നെ വല്ലാതെ എനിക്ക് വല്ലാതെ അഭിമാനം. നമ്മുടെ കൂട്ടത്തിലും കഥാകൃത്തുക്കളുണ്ട്, ധൈര്യമുള്ള കഥാകൃത്ത്. പലസ്തീൻ്റെ വാർത്തകൾ ഞാൻ വായിക്കാറില്ല എന്ന് വെച്ചാൽ ഹെഡിങ് വായിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ മനസ്സ് അന്ന് അടങ്ങാനല്ല, നമ്മുടെ മനസ്സ് മടുക്കും. ഒരു തരത്തിലും പലസ്തീൻ എന്നല്ല, ലോകത്ത് ഒരു യുദ്ധവും ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളിൽ ഒരാളാണ് ഞാനും. അപ്പോൾ ഫലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല എന്നും ആയുധ വ്യാപാരികൾ ഏറ്റെടുത്ത കാര്യമാണ് എന്നും നമുക്കറിയാം. അപ്പം അത്തരത്തിൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഉണ്ടാകുന്ന വളരെ തീക്ഷ്ണമായ ഒരുപാട് വിഷയങ്ങൾ സോണിയ റഫീഖ് ആ കഥയിൽ പറയുന്നുണ്ട്. നാലാമത്തെ കഥ ജെ.ആർ. ഇന്ദുഗോപൻ്റെ കരിമ്പുലി എന്ന കഥയാണ്. വനപാലകരാണ് അതിൽ കഥാപാത്രങ്ങൾ. അപ്പോൾ പാലകർ എന്നുള്ള വാക്കിന് വളരെ ഒരു ഊന്നൽ കൊടുക്കണം. പാലകർ, നമ്മുടെ പാലകർ ആരാണ്? നമ്മുടെ ഭരണകൂടം. ഇതൊക്കെ തന്നെ കൊച്ചു കൊച്ചു ഭരണകൂടങ്ങളാണ്. ഇപ്പോൾ വനപാലകർ, പൂച്ച എന്ന് പറയുന്നത് ചെറിയ പുലിയാണെന്ന് പറയുന്ന പോലെ വനപാലകർ എന്ന് പറയുന്നത് ചെറിയൊരു അധികാരി വർഗമാണ്. ഈ വനപാലകർ അവരിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന, വിരമിക്കുന്ന ഒരു ഓഫീസറോട് ചോദിക്കുന്നു, നിങ്ങൾ നരിയുടെ തിന്നിട്ടുണ്ടോ ഇറച്ചി, കാട്ടുപോത്തിൻ്റെ തിന്നിട്ടുണ്ടോ, പന്നിയുടെ തിന്നിട്ടുണ്ടോ? ഒക്കെ തിന്നിട്ടുണ്ട്. ആകെ തിന്നാഞ്ഞത് കരിമ്പുലിയുടെ ഇറച്ചിയാണ്. അപ്പം അവർക്ക് ജനങ്ങളെ പേടിപ്പിച്ച ഒരു കരിമ്പുലിയെ കൂട് വെച്ച് പിടിച്ചിട്ടുണ്ട്, അതിനെ കാട്ടിലേക്ക് വിടണം. അങ്ങനെ കാട്ടിലേക്ക് വിടുന്നതിൻ്റെ ആഘോഷമായിട്ട് അവർ പോവുകയാണ്. പോകുമ്പോൾ ഈ ഓഫീസറോട് ചോദിക്കുന്നു, ഇങ്ങനെ കരിമ്പുലിയെ തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വനപാലകർ, വനത്തെ പാലിക്കേണ്ടവർ കാട്ടുപുലിയെ കൊന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ഓഫീസർക്ക് കാട്ടുപുലി ചാപ്സ് വെച്ച് കൊടുക്കുന്നതാണ് ആ കഥ. അപ്പോൾ അതിൽ വനപാലകർ എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. കാരണം നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ അധികാരികൾ ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നാട് എത്തിയിട്ടുണ്ട് എന്ന് മറ്റൊരു കുറച്ചുകൂടി ബ്രോഡായിട്ട്, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഇന്ദുഗോപൻ്റെ കഥയെ കാണാവുന്നതാണ്. എങ്ങനെയാണ് ഭരണകൂടം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. മറ്റൊന്നിപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ
ഇന്നത്തെ ചെറുപ്പക്കാരെ എഴുത്തുകാർക്കുള്ള ഒരു 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 ദോഷം, അത് ദോഷമാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ടാമത്തെ കഥ സിനിമയാക്കണം എന്നുള്ള അവർക്ക് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കഥ ഇപ്പോൾ അരുൺകുമാറിൻ്റെ രണ്ടാമത്തെ കഥ സിനിമയായി. അത് സിനിമ നമ്മളൊന്നും കണ്ടിട്ടില്ല. പിന്നെ അരുൺകുമാർ കഥ എഴുതിയോന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ ലാ ടൊമാറ്റിനോ എന്ന് പറയുന്നത് സിനിമയുണ്ട്. ലാ ടൊമാറ്റിനോ എന്നുള്ളത് മാധ്യമത്തിലോ മറ്റൊന്നൊരു കഥയാണ്. അപ്പം തൻ്റെ രണ്ടാമത്തെ കഥ, ഈ ജിംഷാറിനും അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. സിനിമയിലാണ് തങ്ങളുടെ സാകല്യം, സിനിമയിലാണ് നമ്മുടെ അവസാന വാക്ക് എന്നുള്ള രീതിയിലേക്ക് എഴുത്തുകാർ പോകുമ്പോൾ കുറേ കൂടി സിനിമാറ്റിക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഖിൽ പി ധർമ്മജൻ നോവൽ എഴുതുമ്പോൾ അത് സിനിമാ തിരക്കഥ പോലെ തന്നെ എഴുതി വെച്ചത്. ആരെങ്കിലും വരും, വരാതിരിക്കില്ല. MTയുടെ കഥാപാത്രം പറയുന്നത് ഇത് സിനിമയാക്കാൻ ആരെങ്കിലും, അത് മൊത്തം തിരക്കഥ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു പ്രശ്നം ഇന്നത്തെ കഥയിലുണ്ട്. ഞാൻ ഇവിടെ തിരഞ്ഞെടുത്ത് പറഞ്ഞത് എഴുത്തുകാർ എങ്ങനെയാണ് നമ്മുടെ നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് കഥകൾ എഴുതുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മറ്റു രീതിയിലുള്ള കഥകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറഞ്ഞത്. നമ്മുടെ സമയം എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരുപക്ഷെ ഈ 40 വർഷത്തെ കഥാകാലത്തെ ഒരുപക്ഷെ ഈ സെഷനെ സാർത്ഥകമാക്കും വിധം പുതിയ കാലഘട്ടത്തിലെ ചില കണ്ടെടുക്കലുകൾ കൂടി നടത്തിയാണ് അനിൽകുമാർ മാഷ് തൻ്റെ ഭാഷണം അവസാനിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഈ സെഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ അനിൽകുമാർ സാറ് വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, എനിക്ക് എൻ്റെ കഥയെക്കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും നേരം അദ്ദേഹം എൻ്റെ കഥയെക്കുറിച്ച് എന്ന് പറഞ്ഞ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അപ്പോൾ അതുതന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കാലത്തെ കഥാകൃത്തുക്കളും പഴയ കഥാകൃത്തുക്കളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന പുസ്തകത്തിൽ ബഷീറിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ എന്ന് അഹങ്കരിച്ച രാജാക്കന്മാരെല്ലാം എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ആ അഹങ്കാരത്തിനും അപ്പുറത്ത് ഞാൻ എന്ന് പറയാതെ കഥകൾ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് ഇപ്പോഴത്തെ കഥാകൃത്തുക്കൾ തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇനിയൊരു സെഷൻ എന്ന് പറയുന്നത് സംവാദം കൂടിയാണ്, സദസ്സിൻ്റെ ഊഴമാണ്. തീർച്ചയായിട്ടും സമയം വളരെ കുറവാണെങ്കിൽ പോലും എഴുത്തുകാരോട് ചോദിക്കാനുള്ളൊരു സന്ദർഭമാണ്. അതിനായിട്ട് സദസ്സിനായിട്ട് മൈക്ക് കൈമാറും. MM വിജയ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളുക്കുകയല്ല വെളുപ്പിക്കലാണ് അലക്കുകലിൻ്റെ ധർമ്മം എന്ന്. ഇപ്പോൾ പുതിയ കാലത്ത് കഥാകൃത്തുക്കളായാലും എഴുത്തുകാരായാലും കാലത്തെ മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം അടയാളപ്പെടുത്താൻ വേണ്ടി കഥാകൃത്തുക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എവിടെ പോയാലും MN വിജയ മാഷ് എന്നെ പിന്തുടരും എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട്. അത് വേറെ എത്ര ആൾ എന്താ ഇനി ചെയ്യുന്നത്, വേറെ എത്ര ആൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോട്, അത് വെച്ച് ചോദിച്ചാൽ പോരെ. പിന്നെ അത് 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 തന്നെയാണ് ഞാൻ ഈ 4 കഥകളുടെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ്, രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കഥകൾ കൂടുതലായിട്ടുണ്ടാവണം. ഈ കഥ കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലല്ല, മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ കഥയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് അത്തരം കഥകൾ നിർവഹിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ പഴയ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ മനുഷ്യർ എഴുത്തുകാരെന്ന് പറയുന്നത്, കവികളെന്ന് പറയുന്നത് അനംഗീകൃത നിയമനിർമ്മാതാക്കളാണ്. ശല്യല്ലേ പറഞ്ഞത്, മനുഷ്യകുലത്തിൻ്റെ അനംഗീകൃത നിയമനിർമ്മാതാക്കളാണ് എന്ന് ശല്യോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധികാരങ്ങളൊന്നുമില്ല, ഒരു അധികാരവുമില്ല. കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠാപുരത്ത് പോയിരുന്നു. ശ്രീകണ്ഠാപുരത്ത് നഗരസഭ അധ്യക്ഷനായിരുന്നു പരിപാടിയുടെ അധ്യക്ഷ. അപ്പോൾ അവർ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുതുക, ശ്രീകണ്ഠാപുരം നഗരസഭ അധ്യക്ഷയ്ക്ക് ഒരു റോഡ് വീതി കൂട്ടാൻ കഴിയും, ഒരു കലുങ്ക് ഉണ്ടാക്കാൻ കഴിയും, ഒരു പ്രതിമ അവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ കഴിയും, ഒരു ഉത്തരവ് കൊടുത്താൽ മതി. ഞാൻ എന്ത് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എഴുത്തിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ MT വാസുദേവൻ നായർ, അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് ഭരണകൂടത്തിനെതിരായി പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമല്ല, അത് വലിയ സംഭവമാവുകയുണ്ടായി.
വലിയ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പിണങ്ങി. ഈ എന്താണ് പറയുക, ഇതിൻ്റെ ടാർഗറ്റഡ് ആൾക്കാരുണ്ടല്ലോ, അവർ മുഴുവൻ പിണങ്ങി. അപ്പം അത്തരം പിണക്കങ്ങൾ ഉണ്ടാക്കാൻ അത് വളരെ സർഗാത്മകമായ ക്രിയാത്മകമായ പിണക്കമാണ് എന്ന് ഞാൻ കരുതുന്നു. MT ഇങ്ങനെയൊന്നല്ല ഭരിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പം അത് കഥയിലൂടെ പറയുമ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞ ഒരു മാറ്റ പ്രക്രിയയെ സഹായിക്കാനുതകുന്ന കഥകൾക്കാണ് ഞാൻ രാഷ്ട്രീയ കഥകൾ എന്ന് പറയുന്നത്. അത്തരം കഥകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം. അനിൽ മാഷ് കഥകൾ ഉദാഹരിക്കുന്ന സമയത്ത് ജിംഷാറിൻ്റെ കഥ വന്ന സമയത്ത് തന്നെ വന്ന സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഒരു കഥയാണ് ദേശീയ മൃഗം. ഫാസിസത്തിനെതിരെയുള്ള എങ്ങനെയാണ് ദേശീയത ഒരു വലിയ ഉപകരണമായിട്ട് മാറുന്നത്, ആ കഥ കൂടി അതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു കഥയായിട്ട് തോന്നിയതുകൊണ്ട് ആ കഥയൊന്ന് ഓർക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ആധുനികതയുടെ ഒരു പ്രശ്നമായിട്ട് മാഷ് പറഞ്ഞൊരു കാര്യം യാഥാർത്ഥ്യങ്ങളോടുള്ള വിമുഖതയോ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടോ എന്ന് പറഞ്ഞു. പുതിയ കഥകളിൽ സധൈര്യം രാഷ്ട്രീയ കാര്യങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കഥകൾ ഉദാഹരിച്ചുകൊണ്ട് അത്തരം കഥകൾ വരുന്നുണ്ട് എന്നും പറഞ്ഞു. പ്രമേയപരമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഈ 40 വർഷത്തിനിടയിൽ നമ്മുടെ കഥയിൽ നടന്ന രൂപപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുകൂടി ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ചർച്ച കുറച്ചുകൂടി സാർത്ഥകമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കഥയിൽ രൂപപരമായ എന്തെങ്കിലും ഘടനാമാറ്റങ്ങൾ, അതിൻ്റെ ഫോമിൽ സംഭവിച്ച മാറ്റങ്ങൾ നമ്മുടെ ഈ 40 വർഷം കൊണ്ട് കഥയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആലോചന കൂടി ആര് പങ്കുവച്ചാലും കുഴപ്പമില്ല, അതുകൂടി ഇതിലേക്കൊന്ന് വരണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തണം. മുഴുവൻ കാര്യങ്ങളും എനിക്കിപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ 2 കാര്യം ഇപ്പോൾ അടുത്ത് തന്നെ ആ 2 കഥകളോടും വലിയ യോജിപ്പില്ലെങ്കിലും അഷിതയുടെയും വർഗീസ് അങ്കമാലിയുടെയും 2 കഥകൾ വായിക്കുകയുണ്ടായി. അതിൽ വളരെ സാന്ദ്രമായൊരു ഭാഷയാണ്. ഈ സാന്ദ്രമായ ഭാഷ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ലാംഗ്വേജ് എന്ന് പറയും. ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈനിലേക്ക് വീണ്ടും ഉപ്പ് പരൽ ചെന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ പുറത്തേക്ക് വരും. അപ്പോൾ അത് വേസ്റ്റ് ആവും. അപ്പം അതുപോലെ വളരെയധികം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വളരെയധികം തിങ്ങി വിങ്ങി നിൽക്കുന്നൊരു ഭാഷ ഈ അഷിതയുടെയും വർഗീസ് അങ്കമാലിയുടെയും ഈ സമീപകാല 2 കഥകളിൽ കാണാൻ കഴിഞ്ഞു. അത്തരം പ്രശ്നങ്ങളുണ്ട്. മറ്റ് പ്രശ്നം വെച്ചാൽ വിഷയം എന്നുള്ള അർത്ഥത്തിലാണ്, പ്രോബ്ലം എന്നുള്ള അർത്ഥത്തിലാണ് ഇഷ്യൂ. ഉള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് അനാവശ്യമായ വയലൻസ്, ആക്രമണോത്സുകത, അനാവശ്യമായ ലൈംഗികത. അതുകൊണ്ട് മാത്രം കൈച്ചലായ കുറേ ആൾക്കാരുണ്ട്. കൈച്ചലാവെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ നമ്മുടെ സമൂഹം ഇത്രമാത്രം വയലൻ്റ് ആണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന വിധത്തിൽ വയലൻസ് കുത്തി നിറച്ചിട്ട് ഒരു 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 കാരുണ്യമില്ലാതെ വയലൻസ് കുത്തി നിറച്ചിട്ട് ഉണ്ടാവുന്ന കഥകളുണ്ട്. അതുപോലെ തന്നെ ലൈംഗികത അതിൻ്റെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കഥകളും ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില കഥകൾ ഈ അതൊക്കെ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റേതായൊരു ഭാഷയും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളും ഒക്കെ നമ്മൾ ഒരു ചുരുളി ഭാഷ ഒക്കെ വരുന്ന രീതിയിൽ, ചുരുളി ഭാഷ എന്നാണ് നമ്മൾ പറയുന്നത്, വരുന്ന രീതിയിൽ. ഞാനൊരു പ്യൂരിറ്റനൊന്നും അല്ല, ഒരു തരത്തിലും പ്യൂരിറ്റനല്ല. പക്ഷെ എന്നിരുന്നാലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇതിനിടയിൽ മാഷ് പറയുന്ന കേട്ടു, നമ്മളെ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ ഒരു പ്രധാന പ്രശ്നം രണ്ടാമത്തെ കഥ അവർ സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നതെന്ന്. എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ ഒരാൾ പറയാനുള്ള കഥ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയം 10 ആൾ കാണുന്ന ഒരു ചെറുകഥയാക്കുന്നതിനേക്കാൾ 100 ആൾ കാണുന്ന സിനിമയാക്കുന്നതിൽ എന്താണ് ഇതിലൊരു പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ കഥ എന്ന് പറയുന്നത് മറ്റൊരു മാധ്യമമാണ്. അതിനെ 10 ആൾ കാണുന്നത് എന്നുള്ളത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബലത്തിലാണ് താങ്കൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സിനിമ എന്ന് പറയുന്ന എല്ലാ സിനിമകളും ഒന്നാമത്തെ ദിവസം തന്നെ OTTയിൽ വന്ന സിനിമകളുണ്ട്. അത് കാണുക എന്നുള്ള അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. കൊണ്ടാടപ്പെടേണ്ട സിനിമകൾ കൊണ്ടാടപ്പെടാതിരിക്കുകയും അല്ലാത്ത സിനിമകൾ കൊണ്ടാടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സിനിമ
ആക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കരുതി കഴിഞ്ഞാൽ പിന്നെ കഥയില്ലാതാവുന്നു. സിനിമയാവുന്നതിന് കുഴപ്പമില്ല, സിനിമ വലിയൊരു കലയാണ്. പക്ഷെ അത് കഥയാവണം. അതിൻ്റെ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുന്നു എന്നുള്ളതാണ്. കഥ എഴുതുക എന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷ്യം മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷം. കഥ കഥയായിരിക്കുകയും സിനിമ സിനിമയായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടും രണ്ട് മാധ്യമങ്ങളാണ്. തിരക്കഥയാവണം, എന്തായാലും തിരക്കഥയാവണം. കഥ എന്ന് പറയുന്നത് തിരക്കഥയാവണം. അത് വേറൊരു മാധ്യമമാണ്. ഇപ്പം എം ടി വാസുദേവൻ നായരുടെ കഥകൾ ഒരുപാട് തിരക്കഥകളായിട്ടുണ്ട്. അപ്പം അതിലൊരുപാട് കൂട്ടിച്ചേർക്കലുകളും മറ്റതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഥ കഥയാവണം, അതിന് പിന്നെ വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കഥയുടെ 40 വർഷങ്ങളെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ആലോചനകളാണ് ഈ എഴുത്തുകാർ നടത്തിയത്. അതോടൊപ്പം പുതിയ കാലഘട്ടത്തിലെ കഥകൾ ഓരോന്നും എടുത്തുകൊണ്ട് കുമാർ മാഷ് തൻ്റെ വായനയെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ കഥകൾ ഏത് രീതിയിലാണ് അവരുടെ രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് ഏറെ സാർത്ഥകമായി എന്ന് തോന്നുന്നു. ആ നിലയിൽ വളരെ സംവാദാത്മകമായ ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുത്ത മനോജ് ജാദവേദർ, പ്രിയ എസ്, PS അനിൽകുമാർ, 3 പേർക്കും നന്ദി പറയുന്നു. ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ച ഓരോരുത്തർക്കും, ഈ ചർച്ച ശ്രദ്ധാപൂർവം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.